അമേരിക്കയുടെ ഭീഷണി ഏറ്റതുകൊണ്ടാണ് ഇറാൻ അവരുടെ ന്യൂക്ലിയർ സജ്ജീകരണം, അതായത് ആണവ സജ്ജീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ രീതിയിൽ മാറ്റം വരുത്തി അവർ ഇപ്പോൾ മിണ്ടാതെ പതുങ്ങിയിരിക്കുന്നത് എന്നൊക്കെ തട്ടിവിടുകയാണ് ന്യൂയോർക്ക് ടൈംസും മറ്റ് തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളും. യാഥാർത്ഥ്യം എന്തെന്നാൽ ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. അത് റഷ്യയുടെ കൂടി സമ്മതപ്രകാരമാണ്. നമുക്കറിയാം, ഇറാൻ്റെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായ ഇസ്ഫഹാനിലും ഫോർദോയിലുമൊക്കെ റഷ്യ അവരുടെ ഹൈ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, അതായത് എക്സ്ട്രീം സെക്യൂരിറ്റി ഫോഴ്സാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളെ മറികടന്നുകൊണ്ട് ഇസ്രയേലിന് മറ്റൊരു ആക്രമണം അഴിച്ചുവിടാൻ വളരെ പാടാണ്. ഇറാൻ്റെ പല കാര്യങ്ങളിലും ഇപ്പോൾ ആഭ്യന്തര വിഷയങ്ങളിൽ പോലും റഷ്യ അവരുടെ പങ്കാളിയായി ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയാണ്. മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളിൽ റഷ്യയ്ക്ക് പുതിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ആകെ അവർക്ക് ഇടർച്ചയുണ്ടായിരിക്കുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. കാരണം ഖത്തറിലെ എയർബേസ് തകർക്കപ്പെട്ടതിന് ശേഷം അമേരിക്ക ആകെ വ്യാകുലരായിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ റഷ്യയുമായി നടത്തുന്ന സഹകരണം അത് കേവലം ഒരു ഉഭയകക്ഷി ബന്ധത്തിലേക്ക് മാത്രമല്ല, പുതിയ പടിവാതിൽക്കലിലൂടെ, അതായത് റഷ്യ എങ്ങനെയാണോ ഉക്രൈനിലെ കീവിനെ ആക്രമിച്ചത്, റഷ്യ കൃത്യമായും ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈന് കൂടുതൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കി കൊടുത്തത്, അതെല്ലാം ഇറാൻ്റെ കൂടി സഹായത്തോടെ ആയിരുന്നു. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനെ തകർക്കാൻ വേണ്ടി, വീണ്ടും സോവിയറ്റ് യൂണിയന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ആവുന്നതെല്ലാം ഇറാനും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്, ഒരു സിംബയോസിസ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് പുതിയ ഒരു ആക്സിസ് പവർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. റഷ്യ, ഇറാൻ, ചൈന, അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. വ്യാപാര ബന്ധത്തെ ഏറ്റവും കൂടുതൽ, അതായത് വ്യാപാര യുദ്ധം നയിച്ച് ചൈനയുടെ സാമ്പത്തിക സ്രോതസ്സിനെ, റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സിനെ, ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കാൻ ശ്രമിക്കുന്ന US-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ തിരിച്ചടിയാണ്. അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്കാണ് ഈ രണ്ട് രാജ്യങ്ങളും കഴിഞ്ഞ കുറച്ച് കാലയളവ് കൊണ്ട് ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്നത് ട്രംപിൻ്റെ വക്താക്കൾക്കും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ഇസ്രയേലിനെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്യാധുനിക മിസൈലുകൾ, വെപ്പണുകൾ ഇറാൻ ശേഖരിച്ചു വെക്കുകയാണ് റഷ്യയുടെ സഹായത്തോടു കൂടി. ഇനി ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്നത്, നേരത്തെ ഇറാനെ ഏകപക്ഷീയമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് കരുതിയ ഇസ്രയേലിന് നേരത്തെ പോലും അതിന് സാധിച്ചില്ല. ഇനി വരും ദിവസങ്ങളിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും ഇസ്രയേലിന് കഴിയാത്തവണ്ണം വലിയ രീതിയിൽ ഒരു പത്മവ്യൂഹം തന്നെ ഇറാൻ തീർത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇറാൻ്റെ ഏറ്റവും വലിയ ടാക്ടിക്കൽ വിക്ടറി കൂടിയാണ്